Unacademy. Let's crack it. How many grams of concentrated nitric acid solution should be used to prepare 250 ml of 2 molar HNO3? ഞാൻ തല കുനിച്ചാൽ നിങ്ങൾ കാണാം 250 ml of 2 molar HNO3. Concentrated acid is 70% HNO. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഫോർമുല ഉണ്ട്. Molarity is equal to number of moles of solute divided by volume. അപ്പോൾ number of moles of solute കണ്ടുപിടിക്കാൻ molarity into volume ചെയ്താൽ മതി. അപ്പോൾ എത്ര HNO3 വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 ml of 2 molar. Therefore molarity is 2. Volume is 250 ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 liter. 2 into 0.25 will be 0.5. അപ്പോൾ 0.5 moles of HNO3 ആണ് വേണ്ടത്. 0.5 moles of HNO3. HNO3ന്റെ മാസം തരികയാണ് മോളാർ മാസ് ഓഫ് HNO3. അറിയാവുന്ന ആൾക്കാരൊന്ന് ടൈപ്പിൽ അയച്ചാൽ മോളാർ മാസ് ഓഫ് HNO3. ഹൈഡ്രജൻ 1 പ്ലസ് നൈട്രജൻ 14 പ്ലസ് 3 into 60. 3 into 16 is 48, 49, 59, 62. 63 gram ആണ് HNO3ന്റെ മോളാർ മാസ്. ആരെങ്കിലും ടൈപ്പിൽ അയച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. ടൈപ്പിൽ അയച്ചിട്ടില്ല, കുഴപ്പമില്ല. 63 gram ആണ് HNO3ന്റെ മോളാർ മാസ്. എങ്കിൽ 0.5 moles മാസ് ഓഫ് 0.5 moles എന്തായിരിക്കും? 1 മോളിന്റെ മാസാണ് 63 എങ്കിൽ 0.5 മോൾസിന്റെ മാസ് എന്ന് പറയുന്നത് 0.5 into 63 ആയിരിക്കും. അഥവാ 63ന്റെ പകുതി. This will be equal to 31.5. അപ്പോൾ 31.5 grams of HNO3 ആണ് required. അവർക്ക് വേണ്ട number of moles എന്ന് പറയുന്നത് 0.5 moles ആണ്. Because they want to prepare 250 ml of 2 molar HNO3, therefore 2 into 0.25, 0.5 moles are required. 0.5 moles of HNO3 is nothing but 31.5 gram. അപ്പോൾ 31.5 gram of HNO3 ആണ് required എങ്കിൽ ഇവിടെ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 70% HNO3. സാധാരണ നിങ്ങൾ എക്സാമിനാണെങ്കിൽ അവർ മെൻഷൻ ചെയ്യും എന്ത് പെർസെന്റേജ് ആണ്. തൽക്കാലം ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് മാസ് പെർസെന്റേജ് ആണ് തന്നിരിക്കുന്നത് 70% HNO3. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മാസ് പെർസെന്റേജിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ ഗ്രാം പ്രസന്റ് ഇൻ 100 gram of solution. മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം പ്രസന്റ് ഇൻ 100 gram of solution. അപ്പൊ 70% HNO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 gram HNO3 സൊല്യൂഷൻ. HNO3ന്റെ 100 gram സൊല്യൂഷന്റെ മാസാണ് നിങ്ങൾ 100 gram എടുക്കുന്നത് എങ്കിൽ 70 gram HNO3 solution will give you 100 gram HNO3 solution will give you 70 gram. Will give you 70 gram of HNO3. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് 70 gram HNO3 ആണെങ്കിൽ if you want 70 gram of HNO3 നിങ്ങൾ എത്ര സൊല്യൂഷൻ എടുക്കണം? You need to take 100 gram of solution. കാരണം 100 gram സൊല്യൂഷൻ എടുത്താലാണ് 70 gram HNO3 ഉണ്ടാവുന്നത്. 70 gram HNO3 കിട്ടണമെങ്കിൽ നിങ്ങൾ 100 gram സൊല്യൂഷൻ എടുക്കണം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എത്ര? 70 gram അല്ല, you need 31.5 gram. അപ്പോൾ 31.5 gram HNO3 can be obtained from 100 by 70 into 31.5. ഇവിടെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത സമയം കളയണ്ട. എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ്? മാത്തമാറ്റിക്കൽ അപ്രോക്സിമേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് വേണം പിടിക്കാം. എങ്കിൽ ഇവിടെ 35 ആയിരുന്നെങ്കിൽ 35 by 70 will be 1 by 2, 100 by 2 will be 50. അവിടെ 35 ആയിരുന്നെങ്കിൽ ആൻസർ 50 വന്നേനെ. പക്ഷെ 35നേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് അവിടെ കാണുന്നത്. അപ്പോൾ 50നേക്കാൾ കുറഞ്ഞ ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ കാൽക്കുലേഷന്റെ മുകളിൽ സമയം കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ റീസണിങ് ഉപയോഗിച്ചിട്ട് ആൻസറിലേക്ക് എത്താം. യെസ് ഒരുപാട് പേര് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 100 by 70 into 31.5 you will get the answer as 45. എങ്ങനെ മനസ്സിലായി? 100 into 35 by 70 ആയിരുന്നെങ്കിൽ എനിക്ക് 50 ആൻസർ വന്നേനെ. പക്ഷെ 31.5 ആയതുകൊണ്ട് എനിക്ക് 50നേക്കാൾ കുറഞ്ഞൊരു വാല്യൂ ആണ് വേണ്ടി. 50നേക്കാൾ കുറഞ്ഞ വാല്യൂ 45 gram. Let's crack it.